നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സദാസമയവും പരിശ്രമിക്കുന്ന ഈ ചിത്തിര നക്ഷത്രക്കാരുടെ മുന്നിലേക്ക് എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വന്നാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ. കന്നി രാശിയിലാണെങ്കിൽ 30 നാഴികയും തുലാം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ ചിത്തിര നക്ഷത്രം. അതിൽ കന്നി രാശിയിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിൽ, കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ രാഹുവിനോട് കൂടിയിട്ടാണ് യോഗം ചെയ്യുന്നത്. അഷ്ടമാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്കും 6-ാം ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ, ജീവിതാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിലും കർമ്മത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ബുധന് 6-ാം ഭാവാധിപത്യം വരുന്നതുകൊണ്ടും നിവൃത്തിസ്ഥാനത്താണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ നിൽക്കുന്നതുകൊണ്ടും കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ കിട്ടുമെങ്കിലും സംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വേണ്ട സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് ഉയർച്ചയും എല്ലാം കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വരുന്നതായ ചിലവ് വർധനവിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കഴിവതും അനാവശ്യമായിട്ടുള്ള ചിലവുകളെ, പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് വളരെ ശ്രദ്ധയോട് കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി തുലാം രാശിയിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മരാശ്യാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ 6-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതും 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ജീവിതാനുഷ്ഠാനങ്ങളിലും പ്രത്യേകിച്ച് യാത്രകളിലും ശ്രദ്ധ വേണം. എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ഈ മാർച്ച് മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കയുടെ അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റേതായിട്ടുള്ള അനുകൂല സ്ഥിതിയും മൂലം കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്.
അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാമാതുല കാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ബുധൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് ഈ വ്യാഴം നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പഠന വിഷയത്തിലാണെങ്കിൽ നല്ല മികവ് പുലർത്തുവാൻ സാധിക്കും ഈ ഒരു സമയങ്ങളിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിലോ രാഹു നിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്.